പഹൽഗാം ആക്രമണത്തിന് ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് പാകിസ്ഥാൻ ഏറെ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിലെ പ്രതിരോധ മന്ത്രി, ഉപപ്രധാനമന്ത്രി, മറ്റു മന്ത്രിമാരൊക്കെ പലതവണയായിട്ട് പറയുന്നത് ഞങ്ങൾ ഇന്ത്യക്കെതിരെ ആണവായുധം ഉപയോഗിക്കുമെന്നാണ്. അപ്പോൾ തുടർച്ചയായി ഇങ്ങനെ പറയുന്നു എന്ന് പറയുന്നതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്നത് അങ്ങനെ ആണവായുധം ഉപയോഗിക്കാൻ അവർക്ക് സാധിക്കില്ല. അതായത് എപ്പോഴും ഒരാൾ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് ചെയ്യാൻ അവർക്ക് പറ്റില്ല എന്നുള്ളത് പഴയ കാലം മുതൽ തന്നെ നമുക്കറിയാവുന്നതാണ്. ഇവിടെ ഇന്ത്യയാണ് പാകിസ്ഥാനേക്കാൾ ആണവ ശക്തിയിൽ ഏറെ മുന്നിലുള്ളത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇന്ത്യയെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് പാകിസ്ഥാൻ ഇത് ഉപയോഗിക്കുന്നത്. കാരണം നമ്മൾ ഇപ്പോൾ തദ്ദേശീയമായി നിർമ്മിച്ച ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള മിസൈലുകൾ ഈ പാകിസ്ഥാൻ്റെ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ വിന്യസിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് പാകിസ്ഥാന് കൃത്യമായിട്ട് അറിയാം. നമുക്ക് ഏതാണ്ട് 300 മുതൽ 400 കിലോമീറ്റർ അപ്പുറം വരെയുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ കഴിയുന്ന സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ്. ലോകരാജ്യങ്ങൾ ഇത് ഉറ്റുനോക്കുന്നുണ്ട്. ഇതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ ഇന്ന് വരെ ഒരു രാജ്യത്തിൻ്റെ കയ്യിലുമില്ല. ഇപ്പോൾ ചൈനയെ പ്രതിരോധിക്കാൻ വേണ്ടി വിയറ്റ്നാമും അതുപോലെ തന്നെ തൈവാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് ബ്രഹ്മോസ് വാങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബ്രഹ്മോസ് ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണത്തിന് നമ്മൾ തയ്യാറെടുത്താൽ, വ്യോമ ആക്രമണം മറ്റു രീതിയിൽ നമ്മൾ നടത്തിയാൽ അതിനെ പാകിസ്ഥാന് പ്രതിരോധിക്കാൻ കഴിയില്ല. ഇതിനു മുമ്പ് 2022 നമ്മൾ ഈ ബ്രഹ്മോസ് മിസൈൽ പാകിസ്ഥാനിലേക്കൊന്ന് പരീക്ഷിച്ചിരുന്നു. അന്ന് ഈ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ഒരു ഒഴിഞ്ഞ പ്രദേശത്താണ് ഈ ബ്രഹ്മോസ് മിസൈൽ വന്ന് വീണത്. അപ്പോൾ ഇതേക്കുറിച്ച് ജനങ്ങൾ പറഞ്ഞിട്ടാണ് പിന്നീട് പ്രതിരോധ വിദഗ്ധരും ആർമിയും ഒക്കെ അവിടെ വന്ന് പരിശോധന നടത്തി ബ്രഹ്മോസിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തത്. ഇന്ത്യയുടെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു നമ്മൾ ലക്ഷ്യം തെറ്റി അങ്ങോട്ടേക്ക് വന്നതാണ്. കാരണം ഈ ബ്രഹ്മോസ് മിസൈലിൽ പരമ്പരാഗതമായ പോർമുനയോ ആണവ പോർമുനയോ ഒന്നും നമ്മൾ ഘടിപ്പിച്ചില്ല. 2 വർഷങ്ങൾക്ക് ശേഷം ഈ ഇന്ത്യൻ എയർഫോഴ്സിലെ ചില ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞു അന്ന് നമ്മൾക്ക് അബദ്ധം പറ്റി അവിടേക്ക് വിട്ടതൊന്നുമല്ല, നമ്മൾ കൃത്യമായിട്ട് പാകിസ്ഥാനിലേക്ക് പരീക്ഷണം നടത്തിയതാണ്. പക്ഷേ നമ്മൾ പോർമുനകളൊന്നും വെച്ചില്ല. നമ്മുടെ ആ പരീക്ഷണം എന്ന് പറയുന്നത് ഏതെങ്കിലും ഘട്ടത്തിൽ അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് നമ്മളുടെ മിസൈലിനെ ഒന്ന് പ്രതിരോധിക്കാൻ കഴിയുമോ എന്നറിയാൻ വേണ്ടിയായിരുന്നു. അതിൽ ഇന്ത്യ വിജയിച്ചു. അപ്പോൾ ഇതൊക്കെ തന്നെ പാകിസ്ഥാൻ്റെ മുന്നിൽ ഉള്ളതുകൊണ്ടാണ് ഇന്ത്യക്കെതിരെ ഇത്തരത്തിൽ ആണവായുധം ഉപയോഗിക്കുമെന്ന് അവർ പറയുന്നത്. അത്തരത്തിലൊരു ശ്രമം നടത്തിക്കഴിഞ്ഞാൽ ലോകരാജ്യങ്ങളെല്ലാം തന്നെ പാകിസ്ഥാന് ഉപരോധം ഏർപ്പെടുത്തും, അവരെ ഒറ്റപ്പെടുത്തും. എന്തിന്? ചൈന പോലും പാകിസ്ഥാൻ്റെ കൂടെ ഉണ്ടാകില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്കെതിരെ ഇങ്ങനെ ആണവായുധം എടുത്ത് ഉപയോഗിക്കാൻ കഴിയില്ല. മാത്രമല്ല പാകിസ്ഥാനേക്കാൾ ഒരുപാട് മുമ്പ് നമ്മൾ ആണവായുധമൊക്കെ നിർമ്മിച്ചതാണ്. 1970കളിൽ നമ്മൾ ഇതിൻ്റെ പരീക്ഷണം ആരംഭിച്ചു. 1995 ആണവായുധം ഏതാണ്ട് സജ്ജമാക്കി നമ്മൾ പരീക്ഷണം നടത്താനായിട്ട് ശ്രമിച്ചപ്പോൾ അമേരിക്കയും റഷ്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വലിയ സമ്മർദ്ദം ചെലുത്തി. അങ്ങനെ ആണവായുധമൊന്നും ഇനി നിർമ്മിക്കാൻ പാടില്ല, അതിൻ്റെ പരീക്ഷണം നടത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് 1998 നമ്മൾ ഈ ആണവായുധം പരീക്ഷിച്ചത്. അങ്ങനെ രാജസ്ഥാനിലെ പൊക്രാനിൽ ഈ പരീക്ഷണം നടത്തുകയും ബുദ്ധൻ ചിരിക്കുന്നു എന്ന രീതിയിൽ നമ്മൾ അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിന് ശേഷമാണ് പാകിസ്ഥാൻ ആണവായുധ പരീക്ഷണം നടത്തിയത്. പക്ഷേ ആണവായുധം പരീക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അവർ ഇന്ത്യയെപ്പോലെ സ്വന്തമായി അത് നിർമ്മിച്ചതായിരുന്നില്ല. മറ്റേതോ രാജ്യത്തിൻ്റെ സാങ്കേതിക സഹായം ഉപയോഗിച്ച് അവർ പരീക്ഷണം നടത്തിയതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ കാതങ്ങൾക്കപ്പുറം മുന്നിലാണ് ഈ ആണവ കാര്യത്തിൽ. ഇപ്പോൾ ആണവായുധം ഒരു രാജ്യവും ഒരു യുദ്ധത്തിലും സാധാരണഗതിയിൽ ഉപയോഗിക്കാറില്ല. നമുക്കറിയാം ആകെ ഉപയോഗിച്ചത് 2ാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്ക ജപ്പാന് നേരെയാണ്. 2ാം ലോക മഹായുദ്ധത്തിൻ്റെ ഏതാണ്ട് അവസാന സമയത്ത്, അതായത് 1945 ഓഗസ്റ്റ് 6, 9 തീയതികളിലായിട്ട് 2 ആണവ ബോംബുകൾ വർഷിച്ചത്. അതിൻ്റെ ഫലം എന്താണെന്ന് പിന്നീടാണ് ലോകം മനസ്സിലാക്കിയത്. അതിൻ്റെ പ്രഹരശേഷി എത്രത്തോളം വലുതായിരുന്നു, എത്രത്തോളം ജനങ്ങളെയാണ് ദുരിതബാധിതമാക്കിയത്. വർഷങ്ങളോളം ഈ അണുക്കൾ അവിടെ പ്രവഹിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ഇനി ഒരു ആണവ ആയുധം ഒരു രാജ്യവും മറ്റ് രാജ്യങ്ങൾക്ക് മേൽ ഉപയോഗിക്കരുതെന്ന് തീരുമാനമെടുത്തിരുന്നു. ഇവിടെ നമ്മൾ ആണവായുധമൊക്കെ ഉണ്ടാക്കിയെങ്കിലും നമുക്ക് ചില പോളിസികളുണ്ട്, അഥവാ ആണവ പോളിസി എന്നൊക്കെ പറയാം. അതായത് ആണവായുധമില്ലാത്ത ഒരു രാജ്യത്തിന് മേൽ നമ്മൾ ഒരിക്കലും ആണവായുധം ഉപയോഗിക്കില്ല. മാത്രമല്ല ഫസ്റ്റ് നമ്മൾ ഒരു രാജ്യത്തെയും ഈ ആണവായുധം ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യില്ല, നോ ഫസ്റ്റ് പോളിസി എന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ ഇങ്ങനെ നിലപാടെടുക്കുമെങ്കിലും ഈ രാജ്നാഥ് സിംഗ് എന്ന് പറയുന്ന നമ്മുടെ പ്രതിരോധ മന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ ആ സാഹചര്യമൊക്കെ ഒഴിവാക്കുന്ന ചില സിറ്റുവേഷൻ ഉണ്ട്, നമ്മൾ വേണമെങ്കിൽ ആദ്യം എടുത്ത് ആണവായുധം ഉപയോഗിക്കുമെന്നൊക്കെ പറയുന്ന ചില മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ആണവായുധ കാര്യത്തിൽ വീണ്ടും വീണ്ടും ചില പ്രയോഗങ്ങൾ, ചില വെല്ലുവിളികളൊക്കെ നടത്തുന്നത്. കാരണം ഇന്ത്യ സ്വാഭാവികമായിട്ടും ഇപ്പോൾ പാകിസ്ഥാനെ ആക്രമിച്ചാൽ തന്നെ നമുക്ക് POK, പാക് ഒക്കുപ്പൈഡ് കാശ്മീർ, ആ ഭാഗം മതി.
അല്ലാതെ പാകിസ്ഥാൻ്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിനെയോ ലാഹോറിനെയോ ഒന്നും നമ്മൾ ആക്രമിക്കില്ല. അങ്ങനെ ഒരു ആക്രമണം നടത്താൻ ഇന്ത്യ ശ്രമിച്ചാൽ മാത്രമേ നിവർത്തിയില്ലാതെ പാകിസ്ഥാൻ ആണവായുധം എടുത്ത് പ്രയോഗിക്കാൻ കഴിയൂ. അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ വലിയ ഉപരോധങ്ങൾ ഈ പാകിസ്ഥാന് മേൽ ഏർപ്പെടുത്തും. മാത്രമല്ല, ഇന്ത്യക്ക് മേൽ അങ്ങനെ ഒരു ശ്രമം നടത്തിയാൽ ഒരു 1000 വർഷത്തേക്ക് പിന്നെ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന് ഉദയമുണ്ടാകാത്ത തരത്തിലുള്ള അറ്റാക്ക് ആയിരിക്കും നമ്മൾ നടത്തുന്നത്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അപ്പം നമ്മൾ നിർമ്മിച്ച ആണവായുധങ്ങൾ അത് കരയിൽ നിന്ന്, കടലിൽ നിന്ന്, ആകാശമാർഗ്ഗം ഒക്കെ ഉപയോഗിക്കാൻ കഴിയും. അങ്ങനെ 3 വിധത്തിലും ഉപയോഗിക്കാൻ കഴിയുന്ന ലോകത്തിൽ 4 രാജ്യങ്ങൾക്കേ ശക്തിയുള്ളൂ. ഒന്ന് റഷ്യയ്ക്കാണ്, മറ്റൊന്ന് അമേരിക്ക, പിന്നെ ചൈന, അത് കഴിഞ്ഞാൽ ഇന്ത്യക്കാണ്. അതായത് ഇന്ത്യക്ക് നേരെ പാകിസ്ഥാൻ ഒരു ആണവായുധം പ്രയോഗിച്ചാൽ വേണമെങ്കിൽ അന്തർവാഹിനിയിൽ നിന്നോ അല്ലെ ആകാശത്ത് നിന്നോ ഒക്കെ തന്നെ നമുക്ക് ആണവായുധങ്ങൾ തിരിച്ചടിക്കാം. അപ്പോൾ ഈ ആക്രമണത്തിലൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ നഷ്ടങ്ങളുണ്ടാകും. അതുകൊണ്ട് തന്നെ ആണവായുധങ്ങളുടെ വിനിയോഗം, ഉപയോഗം പിന്നീട് ഉണ്ടാകരുതെന്ന് ലോകരാജ്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം, റഷ്യയും ഉക്രൈനും തമ്മിൽ വലിയ യുദ്ധമാണ് നടന്നുകൊണ്ടിരുന്നത്. റഷ്യ ഒരു ആണവ രാജ്യമാണ്. വലിയ പ്രതിസന്ധി സമ്മർദ്ദവും ഒക്കെ ഉണ്ടാകുമ്പോൾ വേണമെങ്കിൽ റഷ്യയ്ക്കൊരു ആണവായുധം പ്രയോഗിക്കാമായിരുന്നു. ഉക്രൈൻ്റെ കയ്യിലാണെങ്കിൽ ഈ ആറ്റം ബോംബൊന്നും ഇല്ലതാനും. പക്ഷേ റഷ്യ അത് ഉപയോഗിച്ചില്ല. കാരണം ഈ ആണവായുധത്തിൻ്റെ പ്രഹരശേഷി, സംഹാരശേഷി എന്ന് പറയുന്നത് നമ്മൾ കരുതുന്നതിനേക്കാൾ ഒത്തിരി അപ്പുറമായതിനാൽ ഇത്തരത്തിലുള്ള ആണവായുധം നമ്മൾ ഉപയോഗിക്കില്ല. അപ്പോൾ എങ്ങനെയും പാകിസ്ഥാന് നേരെ ആക്രമണം ഉണ്ടാകുമെന്ന് അവർ ഭയപ്പെടുന്നത് കൊണ്ട് തുടർച്ചയായിട്ട് അവർ പറയുകയാണ്, ഞങ്ങളുടെ കയ്യിൽ ആണവായുധമുണ്ട്, ഞങ്ങൾ അതിപ്പോൾ പ്രയോഗിക്കും, ഞങ്ങൾ നാളെ പൊട്ടിക്കും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇന്ത്യൻ കരസേനാ മേധാവിയായ ഉപേന്ദ്ര ദ്വിവേദി കഴിഞ്ഞ ദിവസം കശ്മീർ സന്ദർശിച്ചിരുന്നു. കാശ്മീരിൽ സന്ദർശനമൊക്കെ നടത്തിയ ശേഷം അദ്ദേഹം രാജ്നാഥ് സിംഗുമായി കൂടിക്കാഴ്ച നടത്തി. അപ്പം ആക്രമണത്തിൻ്റെ ഉൾപ്പെടെയുള്ള പദ്ധതികളൊക്കെ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഒരു കാരണവശാലും നമ്മൾ ആണവായുധം പ്രയോഗിക്കാൻ തയ്യാറാകില്ല എങ്കിലും പാകിസ്ഥാൻ നമുക്കെതിരെ അങ്ങനെ പ്രയോഗിക്കാൻ ആലോചിച്ചാൽ നമ്മൾ തിരിച്ചടി നൽകുന്നത് വളരെ വലിയ തോതിലായിരിക്കും. അതിനെ അതിജീവിക്കാൻ പോലും കഴിയില്ല. ഇപ്പോൾ പാകിസ്ഥാൻ ഈ ആണവായുധം പ്രയോഗിക്കുമെന്ന് പറയുന്നുവെങ്കിലും ഒരു സൈനിക മേധാവി വിചാരിച്ചാൽ, അല്ലെ പ്രധാനമന്ത്രി ഉത്തരവിട്ടാൽ ഉടൻ ഇതെടുത്ത് പ്രയോഗിക്കാൻ കഴിയില്ല. അവിടുത്തെ രാഷ്ട്രീയ സംഘടനകൾ, അതുപോലെ തന്നെ ഉദ്യോഗവൃന്ദം, മിലിറ്ററിയുടെ തലപ്പത്തുള്ളവർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ് ഇവരുമൊക്കെയായിട്ട് കൂടിയാലോചിച്ച് ഒരുപാട് കടമ്പകൾ കടന്ന് മാത്രമേ ഈ ഒരു ആണവായുധം പ്രയോഗിക്കാൻ കഴിയുള്ളൂ. എന്നിട്ടാണ് പാകിസ്ഥാൻ നമ്മുടെ അടുത്ത് ഇപ്പോൾ ഞങ്ങൾ ആണവായുധം ഇന്ത്യക്ക് മേൽ പ്രയോഗിക്കും, ഇന്ത്യയിലെ കശ്മീരിൽ കൂടെ ഒഴുകുന്ന നദികളിൽ ഇന്ത്യക്കാരുടെ രക്തം കലർത്തും, സൈനികരെ കൊല്ലും, വളരെ വലിയ ഭീഷണിയാണ് നടത്തുന്നത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ആഭ്യന്തര യുദ്ധത്തിൽപ്പെട്ട് ആകെ ഉഴലുകയാണ്. അതുപോലെ തന്നെ സൈനിക മേഖലയിലും സാമ്പത്തിക മേഖലയിലും അവർ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. നമ്മൾ ഈ സിന്ധു നദീജല കരാറിൽ നിന്ന് പിൻവാങ്ങിയതോടെ കുടിവെള്ളം പോലും കിട്ടാത്ത അവസ്ഥ, അതുപോലെ കാർഷിക ആവശ്യത്തിന് വെള്ളം കിട്ടാത്ത അവസ്ഥ, അതോടുകൂടി പാകിസ്ഥാനിൽ വലിയ ആഭ്യന്തര പ്രശ്നം ഉണ്ടാകും. ഇനി ബലൂചിസ്ഥാൻ മേഖലയിലും പാക് ഒക്കുപ്പൈഡ് കാശ്മീർ മേഖലയും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ചുരുക്കത്തിൽ എല്ലാ പ്രശ്നങ്ങളുടെയും നടുവിൽ പെട്ട് ആകെ ബുദ്ധിമുട്ടുന്ന പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയെ ഭയപ്പെടുത്താനായിട്ട് ഞങ്ങൾ ആണവായുധം ഉപയോഗിക്കുമെന്ന് വീണ്ടും വീണ്ടും പറയുകയാണ്. എന്നാൽ ഇന്ത്യയെ പോലൊരു രാജ്യത്തിന് നേരെ ആണവായുധ ഭീഷണി ഉയർത്താനും മാത്രമുള്ള ശക്തിയൊന്നും പാകിസ്ഥാനില്ല. സൈനികരുടെ എണ്ണത്തിലായിക്കോട്ടെ, അതുപോലെ തന്നെ ആയുധങ്ങളുടെ ശക്തിയിലായിക്കോട്ടെ നമ്മളെക്കാൾ ഒരുപാട് പിന്നിലാണ് പാകിസ്ഥാൻ. 4 തവണയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായത്. 1947 ആദ്യ യുദ്ധത്തിൽ പാകിസ്ഥാനെ നമ്മൾ പരാജയപ്പെടുത്തി. അന്ന് UN ആയിരുന്നു ഒരു മധ്യസ്ഥനായിട്ട് പ്രവർത്തിച്ചത്. അന്ന് കശ്മീരിൻ്റെ 2/3 ഭാഗം ഇന്ത്യക്കും 1/3 ഭാഗം പാകിസ്ഥാനും നൽകി. 1965 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ രണ്ടാമത്തെ യുദ്ധമുണ്ടായത്. അന്ന് റഷ്യ, അതായത് സോവിയറ്റ് യൂണിയനാണ്, അന്ന് അവർ മീഡിയേറ്ററായിട്ട് വന്നു. അങ്ങനെ താഷ്കൻഡ് കരാറിലൂടെ ആ യുദ്ധം അവസാനിപ്പിച്ചു. 1971 വീണ്ടും ഏറ്റുമുട്ടി. അന്നും പാകിസ്ഥാൻ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു പുതിയ രാജ്യം തന്നെ അന്ന് ഉദയം കൊണ്ടു. അതിന് പിന്നിൽ പ്രവർത്തിച്ചത് നമ്മളാണ്. പിന്നീട് 1999 കാർഗിൽ യുദ്ധം ഉണ്ടായി. അന്നും പാകിസ്ഥാന് പിന്തിരിഞ്ഞോടേണ്ടി വന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, ഒരു യുദ്ധത്തിൽ പോലും നമ്മളെ പരാജയപ്പെടുത്താൻ കഴിയാത്ത പാകിസ്ഥാന് എങ്ങനെ ഈ ആണവായുധത്തിൻ്റെ പേരിൽ നമ്മളെ ഭീഷണിപ്പെടുത്താൻ കഴിയും? പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ യുദ്ധങ്ങളെല്ലാം തന്നെ 2000-ന് മുമ്പാണ് നടന്നത്. 25 വർഷം കൂടി കഴിഞ്ഞപ്പോഴേക്കും ഇന്ത്യയും പാകിസ്ഥാനുമൊക്കെ സൈനിക ആയുധ മേഖലയിലൊക്കെ ഒരുപാട് മുന്നേറിയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയെ പോലൊരു രാജ്യത്തെ വെല്ലുവിളിക്കാൻ മാത്രം പാകിസ്ഥാൻ വളർന്നിട്ടില്ല. നമ്മൾ ശക്തമായ ആക്രമണം അങ്ങോട്ട് അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ
പാകിസ്ഥാൻ പൂർണ്ണമായിട്ടും തകരും. ഹ്രസ്വകാല യുദ്ധത്തിലൂടെ ഇന്ത്യക്ക് മേൽ ക്ഷതമേൽപ്പിക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചാൽ അതിനെയൊക്കെ തച്ച് തകർക്കാൻ കഴിയുന്ന ആയുധങ്ങൾ നമ്മളുടെ കയ്യിലുണ്ട്. ആണവ മേഖലയിലും നമ്മൾ വളരെ പവർഫുള്ളായ ഒരു രാജ്യമാണ്. എന്തായാലും ലോകത്തെ രാജ്യങ്ങളൊന്നും തന്നെ ആറ്റം ബോംബുകൾ ഉപയോഗിക്കില്ല എന്ന് നേരത്തെ തന്നെ തീരുമാനമെടുത്തിട്ടുണ്ട്. എങ്കിലും ഓരോ രാജ്യത്തിൻ്റെയും സുരക്ഷയ്ക്ക് വേണ്ടി അവർ ഈ ആണവായുധങ്ങളൊക്കെ നിർമ്മിച്ച് ആ അവസാന ഘട്ടത്തിൽ, അല്ലെങ്കിൽ തങ്ങളുടെ രാജ്യം നശിച്ചു പോകുമെന്ന് തോന്നുന്ന ഒരു ഘട്ടത്തിൽ മാത്രം എടുത്ത് ഉപയോഗിക്കാനായിട്ട് സൂക്ഷിച്ചു വെക്കുകയാണ്. അപ്പോൾ തുടർച്ചയായിട്ട് ഈ പാകിസ്ഥാനിലെ മന്ത്രിമാരൊക്കെ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് സ്വന്തം ജീവനിൽ പേടിയുണ്ട്. ഇന്ത്യൻ ആക്രമണത്തെ അതിജീവിക്കാൻ അവർക്ക് കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അതുകൊണ്ടാണ് പാകിസ്ഥാനിലെ ജനറലായ അസിം മുനീർ ഉൾപ്പെടെയുള്ളവർ സ്വന്തം കുടുംബത്തെ മറ്റ് രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയി താമസിപ്പിച്ചു കഴിഞ്ഞു. കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്ത് ജീവിക്കുക അത്ര സേഫ് അല്ല. അപ്പം നമ്മൾ മേഖലയിലും അതുപോലെ തന്നെ നാവിക മേഖലയിലും വ്യോമസേനയിലും ഒക്കെ തന്നെ വലിയ കരുത്താർജിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സേനകളെല്ലാം സുസജ്ജമാണ്. ഒരു ഓർഡർ കിട്ടിയാൽ ഉടൻ തന്നെ പാകിസ്ഥാന് നേരെ ആക്രമണം നടത്തും. അപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഒരു ഉഗ്രശാസനം നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ആണവ ആയുധം പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടായാൽ പിന്നെ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഈ ഭൂലോകത്തുണ്ടാകില്ല. 1000 വർഷം കഴിഞ്ഞാലും പിന്നെ ഒരു തിരിച്ചുവരവ് ഉണ്ടാകില്ല. അതുകൊണ്ട് ഇന്ത്യയെ തുടർച്ചയായിട്ട് ഭീഷണിപ്പെടുത്തുക, ഇന്ത്യക്ക് മേൽ സമ്മർദ്ദതന്ത്രം ചെലുത്തുക, ഇതിനു വേണ്ടിയിട്ടാണ് പാകിസ്ഥാൻ ഈ ആണവായുധം ഞങ്ങളിപ്പോൾ പ്രയോഗിക്കുമെന്ന് പറയുന്നത്. ഒരു കാരണവശാലും ആറ്റം ബോംബുകൾ എടുത്ത് പ്രയോഗിക്കാനുള്ള ധൈര്യമോ ശക്തിയോ കഴിവോ ഒന്നും തന്നെ പാകിസ്ഥാനില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.